പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന LED ബൾബുകൾ നമുക്ക് പല രീതികളിലും നന്നാക്കിയെടുക്കാൻ പറ്റും. എന്നാൽ അത് സ്റ്റെപ്പുകൾ വഴി കറക്റ്റായിട്ടുള്ള ഫാൾട്ടുകൾ കണ്ടുപിടിച്ചിട്ട് അത് റിപ്പയർ ചെയ്യുന്ന ഒരു ടെക്നിക്കാണെന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. നമുക്ക് നേരെ വീഡിയോ കണ്ടുവരാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 9 വാട്ട്സിൻ്റെ ഒരു LED ബൾബാണ്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കാണാം. ചെറിയ വെളിച്ചത്തിൽ മാത്രം ഇത് പ്രകാശിക്കും. വളരെ ചെറിയ വെളിച്ചം മാത്രമേ ഉള്ളൂ. ഈ കംപ്ലൈൻറ്റ് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. മൾട്ടിമീറ്റർ DC റേഞ്ചിലിട്ടതിന് ശേഷം ഓരോ LEDൻ്റെ അക്രോസുള്ള വോൾട്ടേജുകളാണ് നമ്മളിവിടെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ അകത്തുള്ള വോൾട്ടേജ് എത്രയാണ്. LED ബൾബ് റിപ്പയറിന് മുന്നേ ആയിട്ട് ഇതിൻ്റെ ഡിഫ്യൂസറും മറ്റ് ഭാഗങ്ങളും അഴിച്ചെടുക്കണം. അത് അഴിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ക്ലിക്ക് ചെയ്ത് കാണുക. ഈ LED ബൾബിൻ്റെ അകത്ത് എല്ലാത്തിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഒന്നെങ്കിൽ 3 വോൾട്ട്, 6 വോൾട്ട്, 9 വോൾട്ട് തുടങ്ങിയ വോൾട്ടേജുകളുള്ള LEDകളായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാകുക. LED ബൾബുകൾ അത് സീരീസോ അല്ലെങ്കിൽ പാരലോ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ അവസാനത്തെ LED വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് വോൾട്ടേജ് കൂടുതൽ വന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആ LEDയിൽ എന്തോ ഒരു കുഴപ്പമുണ്ട്. പലരും ചെയ്യുന്ന ഒരു സംഭവമാണ് ഇത്. ഈ പോയ LEDൻ്റെ ആ ഭാഗത്ത് ഒരു ട്യൂസറോ അല്ലെങ്കിൽ ഒരു വയർ ജമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ സംഗതി വർക്ക് ചെയ്യും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഒരു 2-3 ദിവസം വർക്ക് ചെയ്യുമ്പോഴത്തേനും ബാക്കിയുള്ള LEDയിലേക്കുള്ള വോൾട്ടേജുകൾ മാറിക്കഴിയുമ്പോൾ ആ ബോർഡ് മൊത്തമായിട്ട് കത്തിപ്പോവും. ഓരോ LEDക്കും അതിൻ്റെ കറക്റ്റായിട്ടുള്ള വോൾട്ടേജുകൾ എത്തിയെങ്കിൽ മാത്രമേ അത് പ്രകാശിക്കുകയുള്ളൂ. ഒരു താൽക്കാലിക ആശ്വാസത്തിന് മാത്രമായിട്ട് പലരും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ആരും ചെയ്യരുത്. പോയ ഒരു LEDൻ്റെ ഭാഗത്തായിട്ട് നമ്മൾ ഒരു വയർ കൊണ്ട് ഷോർട്ട് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള LEDയിലേക്കുള്ള വോൾട്ടേജ് ഡ്രോപ്സ് കൂടും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള LEDകളെല്ലാം തന്നെ നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. 3 വോൾട്ട്, 5 വോൾട്ട്, 6 വോൾട്ട്, 9 വോൾട്ട് അങ്ങനെ ഡിഫറെൻറ്റ് വോൾട്ടേജുകളാണ് പല LEDയും വർക്ക് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ LEDൻ്റെ PCB പഴിച്ചെടുത്തിട്ടുണ്ട്. ഈ ഉപകരണത്തിൻ്റെ പേരാണ് ഹോട്ട് പ്ലേറ്റ്. നല്ലോണം ചൂടാകുന്നതാണ്. ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ LEDനെ റിമൂവ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോ കാണണം. സെയിം LED നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ആ കറക്റ്റ് പൊസിഷനിൽ തന്നെ വെക്കുക. നമ്മളിപ്പോൾ ചെയ്യുന്നത് ആ പോയ LED നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ വേറൊരു LEDൻ്റെ PCB ഉണ്ടായിരുന്നു. അതിൽ സെയിം വോൾട്ടേജിലുള്ള LED എനിക്ക് കിട്ടി. അപ്പോൾ ആ LEDയാണ് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് വെക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള മെത്തഡാണ്. ഈ സിമ്പിളായിട്ടുള്ള മെത്തഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളെ LED ബൾബുകൾ നിങ്ങൾക്ക് ഈസിയായിട്ട് നന്നാക്കാൻ പറ്റും. പുതിയ LED വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കണം. നമുക്ക് നേരെ ടെസ്റ്റ് ചെയ്യാം. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റുകളായിട്ട് തന്നെ രേഖപ്പെടുത്തണം.
വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നമ്മുടെ ഇങ്ങനെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കിട്ടുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയ്ക്ക് വേണ്ടി നമുക്ക് വീണ്ടും കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.